ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഈ പോക്ക് കല്ലട വലിയ പള്ളിയിലെ ചാത്തം കാണാൻ പോകുവാണേ. മാർച്ച് 3-നായിരുന്നു ചാത്തം. എപ്പോഴത്തേയും പോലെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ലേറ്റായി പോയതാണേ. അങ്ങനെ നമ്മൾ പള്ളിയിലെത്തി അണ്ണൻ വണ്ടി വെക്കാൻ പോയ സമയത്ത് അവിടെ നിന്ന് പള്ളിയുടെ ആ വ്യൂ ഒക്കെ ഒന്ന് എടുത്തതാണേ. നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ആയിരുന്നു കേട്ടോ. പുറത്ത് നിന്ന് അത് മൊത്തം ഒന്ന് ഷൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറിയത്. അകത്തോട്ട് കയറിയപ്പോൾ ആദ്യം കണ്ട കാഴ്ച ഈ അമ്മൂമ്മയും അപ്പൂപ്പനുമായിരുന്നേ. നമ്മൾ വിചാരിച്ച് ഇവരിങ്ങനെ ചുമ്മാതെ നിൽക്കത്തേ ഉള്ളൂ, ചുമ്മാ നിർത്തിയേക്കുവാ, എന്താണ് ഇതിങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഞാൻ അണ്ണൻ്റെ അടുത്ത് ചോദിച്ചത്. അപ്പോഴും നമ്മൾ അറിയുന്നില്ലല്ലോ. ഇങ്ങനെ ചുമ്മാതെ നിന്നവരുടെ തനി രൂപം കണ്ട് തിരിച്ച് വന്നപ്പോഴാണേ നോക്കിക്കോ. പിന്നെ അവർ താണ്ട് നിർത്താതെ ഡാൻസായിരുന്നു. അന്നത്തെ ഹൈലൈറ്റ് ഇവരായിരുന്നു പള്ളിയിലെ താരങ്ങൾ. ആ പള്ളിയിൽ വന്നവർ മൊത്തവും ഇവരുടെ കൂടെ ഡാൻസ് കളിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന് അതൊക്കെ എടുത്തത് നമ്മൾ പള്ളിയിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ എടുത്തതാണ്. പിന്നെ ഞാൻ ആദ്യത്തതും അവസാനത്തെയും കൂടെ ഒരുമിച്ച് നിങ്ങളെ അങ്ങ് കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നേ കാണാനായിട്ട്. അമ്മൂമ്മ അപ്പൂപ്പനും നിന്ന് ഡാൻസ് കളിക്കുന്ന പാവകളാണെന്ന് നമുക്കറിയാം, എന്നാലും ഇവർ ക്ഷീണിക്കുന്നില്ലേ എന്ന് തോന്നിപ്പോകുന്ന വിധത്തിലായിരുന്നു അവരുടെ ഡാൻസ്. പിന്നെ ചെണ്ടമേളം, എൻ്റെ പൊന്നു മക്കളെ, ഒന്നും പറയാനില്ല, അടിപൊളി. ചെണ്ടമേളവും കണ്ടിട്ട് നമ്മൾ പിന്നെ വന്നതാണ്ട് ഇവിടേക്കാണ്. ഒരുപക്ഷെ നമ്മൾ പള്ളിയിലേക്ക് വരുന്നത് തന്നെ ഇതിന് വേണ്ടിയിട്ടാണ്. ഇതാണ് പള്ളിയിലെ കിണർ. ഇതിനെ ഔഷധ കിണറെന്നോ അത്ഭുത കിണറെന്നോ എന്ത് വേണേലും വിളിക്കാം. ഈ കിണറ്റിലെ വെള്ളം കോരി കുടിച്ചാൽ നമ്മുടെ സർവ്വവ്യാധികളും മാറും എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വരുന്നവരെല്ലാം വന്ന് അവിടെ നിന്ന് വെള്ളമൊക്കെ കോരി കുടിക്കുക. പാളയും കയറും ഒക്കെ വെച്ചിരിക്കും അവിടെ നമുക്ക് ആവശ്യത്തിന് വെള്ളം കോരി എടുക്കാനായിട്ട്. എല്ലാ പ്രാവശ്യവും മണിയണ്ണനാണ് വെള്ളം കോരുന്നത്. ഈ പ്രാവശ്യം വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഞാൻ കോരിയതാണ്. അങ്ങനെ അപ്പൂപ്പൻ്റെ കിണറ്റിൽ നിന്ന് വെള്ളമൊക്കെ കോരി കുടിച്ചിട്ട് നമ്മൾ കണ്ട പള്ളിയിൽ തൊഴാൻ വന്ന്. നീണ്ട ക്യൂ ഒന്നും ഇല്ലായിരുന്നു, കാരണം റാസ കഴിഞ്ഞാണ് നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ കയറി അപ്പൂപ്പൻ്റെ അടുത്ത് തൊഴുതിട്ടൊക്കെ പോരുന്നേ. ഇത് പള്ളിയിലെ കുളമുണ്ടല്ലോ, കുളത്തിൽ ഡെക്കറേഷൻ ചെയ്തിരുന്നത്, അതും ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. പിന്നെ ഇത് റാസയുടെ കൂടെ വന്ന ഫ്ലോട്ടാണ് അലങ്കരിച്ചുകൊണ്ട് വന്നത്. അതും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് എടുത്തേ. ഇതാണ് നമ്മുടെ ഹൈലൈറ്റ്. അവിടുത്തെ കടകളായിരുന്നു. ഈ ഭാഗത്തേക്ക് ഞാൻ വന്നപ്പോഴേ എണ്ണം പറഞ്ഞ് അങ്ങോട്ടൊന്നും നോക്കണ്ട, ഇങ്ങി പോരേന്ന്. കാരണം നമ്മുടെ കടയിലുള്ള കമ്മലും വളയും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നത്. എന്നാലും അവിടെ കാണുമ്പോൾ എനിക്കൊരു അട്രാക്ഷൻ തോന്നി എണ്ണ ഒന്ന് വാങ്ങിക്കാൻ പറയും. അത് നമ്മുടെ ലേഡീസിൻ്റെ സ്വഭാവമല്ലേ. നമുക്കത് വാങ്ങിക്കണ്ടെങ്കിൽ അവിടെ എല്ലാം നടന്നൊന്ന് കാണണമല്ലോ. അങ്ങനെ അവിടെ എല്ലാം നടന്നൊന്ന് കണ്ട് പിന്നെ കടയിൽ നിന്ന് പോയി മോനിച്ചിരി അലുവയും മലബാർ ചിപ്സും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ പള്ളിയിൽ ഊണുണ്ടായിരുന്നേ. സാമ്പാറും ചോറും പായസവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുന്നു.